പൗരത്വം സ്വാഹയായി. വോട്ട് തട്ടിപ്പ് പുറത്ത്. വോട്ടർ പട്ടികയിൽ നിന്നും പേരും വെട്ടി. ഇക്കഴിഞ്ഞ ദിവസം ഈ പ്രകാശ് രാജ് എന്ന ദേശവിരുദ്ധൻ, ജനാധിപത്യ വിരുദ്ധൻ, അസൽ കള്ളൻ, 4 വോട്ടർ ID കാർഡ് കൈവശം വെച്ചിരിക്കുന്നയാൾ അസൽ കള്ളൻ തന്നെ തന്റെ FB ലൈവിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുമായി ഒരു തമാശ പങ്കുവെക്കാനുണ്ട്. എന്റെ വോട്ട് വെട്ടി. ഞാൻ 65 ലക്ഷത്തിൽ ഒരാളായി. ഗെയിം ഓൺ. ബംഗളൂരു സെൻട്രലിൽ നിന്നാണ് പ്രകാശ് രാജ് ഇങ്ങനെ ലൈവ് ഇട്ട് കരഞ്ഞത്. ഇയാൾ ആരാണ്? യുവാക്കളുടെ റോൾ മോഡലോ? അതോ 4 വോട്ടർ ID, 3 നോൺ ബെയിലബിൾ വാറന്റ്, 1 ജാമ്യം? ഇതാണ് ആദ്യ രഹസ്യം. കർണാടകയിൽ SIRൽ 84 ലക്ഷം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ വെട്ടുമ്പോൾ അതിൽ ആദ്യം പെടേണ്ടത് ഇവനൊക്കെ തന്നെയാണ്. ബംഗളൂരു സ്വദേശി അഡ്വക്കേറ്റ് K ദിലീപ് കുമാർ കൊടുത്ത സ്വകാര്യ പരാതി പ്രകാരം 2019 ബംഗളൂരു സെൻട്രലിൽ MP ആയി മത്സരിക്കുമ്പോൾ ശാന്തിനഗറിൽ വോട്ടുണ്ടെന്ന് സത്യവാങ്മൂലം കൊടുത്തു. എന്നാൽ കർണാടക, തമിഴ്നാട്, തെലങ്കാന എന്നിവിടങ്ങളിലായി 4 പേരുണ്ടെന്നാണ് പരാതി. കേസ് തമാശയല്ല. കോടതി 48 ACMM/ACJM കോടതി. ബംഗളൂരു വകുപ്പ് RP ആക്ട് 31-125A. 2025 ഓഗസ്റ്റ് 1 കോടതി കേസെടുത്തു. സമൻസ് വാങ്ങാതെ മുങ്ങിയപ്പോൾ ഏപ്രിൽ 17, ജൂൺ 12, ജൂൺ 23 തീയതികളിൽ 3 തവണ ജാമ്യമില്ലാ വാറന്റ്. ഒടുവിൽ 2025 ജൂലൈ 10 ACJM ജ്യോതി ശാന്തപ്പ കേള മുൻപാകെ ഹാജരായി 4000 രൂപ കെട്ടി ജാമ്യം വാങ്ങി. തമിഴ്നാട് ID സറണ്ടർ ചെയ്തു എന്നാണ് അഭിഭാഷകൻ തന്നെ പറഞ്ഞത്. ഇങ്ങനെയുള്ളവരാണോ എന്റെ വോട്ട് എന്തിനു വെട്ടി, എന്ത് രേഖ ഹാജരാക്കണം? നിന്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആരോപണം തീരാതെ ജനങ്ങളെ പറ്റിക്കരുത് പ്രകാശ് രാജ. ധർമ്മസ്ഥലയെ തകർക്കാൻ 50 ലക്ഷം. കോടതിയിൽ പേര് വന്നു. ഇതാണ് ഭീകരം. പവിത്രമായ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തെ നശിപ്പിക്കാൻ കൂട്ടക്കുഴിമാട് നാടകം കെട്ടിച്ചമച്ച ചിന്നയ്യ എന്ന ശുചീകരണ തൊഴിലാളി കർണാടക ഹൈക്കോടതിയിൽ കൊടുത്ത റിട്ട് ഹർജിയിൽ ഇവന്റെ പേര് എഴുതി വച്ചിട്ടുണ്ട്. ഹർജിയിൽ പറയുന്നത്, ധർമ്മസ്ഥലയെ തകർക്കാൻ 200 കോടിയുടെ ഗൂഢാലോചന, തനിക്ക് 50 ലക്ഷം വാഗ്ദാനം ചെയ്തു. രാത്രി 8 മണിക്ക് ഗിരീഷ് മട്ടണവർ വിളിച്ച് പ്രകാശ് രാജിനെ ഫോണിൽ സംസാരിപ്പിച്ചു. ഹൈക്കോടതി ജസ്റ്റിസ് സൂരജ് ഗോവിന്ദരാജ് ഇത് നിസ്സാരമായി കണ്ടില്ല. ഹോം ഡിപ്പാർട്ട്മെന്റ്, മംഗളൂരു SP, SIT, ധർമ്മസ്ഥല പോലീസ് എന്നിവരോട് ജൂൺ 29-നകം റിപ്പോർട്ട് കൊടുക്കാൻ നോട്ടീസ് അയച്ചു. ഇതിന് പ്രകാശ് രാജിന്റെ മറുപടി എന്താണ്? ഒരു ഫോൺ കോൾ മാത്രം. സന്ദർഭത്തിൽ നിന്നും അടർത്തിയെന്ന് ബംഗളൂരു പ്രസ് ക്ലബിൽ പത്രസമ്മേളനം. ചെയ്തത് മുഴുവൻ ചെയ്തിട്ട് ഫോൺ കോൾ എന്ന് പറഞ്ഞാൽ തീരുമോ? മൂന്നാറിൽ ഭൂമി കയ്യേറിയതിന് തഹസിൽദാർ നോട്ടീസ് കൊടുത്തെന്ന ആരോപണം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട്. അതിനേക്കാൾ വലുത് സ്വന്തം അമ്മയുടെ ചടങ്ങ് പള്ളിയിൽ ക്രിസ്ത്യൻ ആചാരപ്രകാരം നടത്തിയ ഇയാൾക്ക് ഹിന്ദുക്കളോട് മാത്രം എന്താ ഇത്ര വിരോധം? മറ്റുള്ളവരോട് പറഞ്ഞാൽ ജോസഫ് മാഷിന്റെ ഗതി വരുമെന്ന് നന്നായി അറിയാം. ഈ ഗെയിം ഓൺ ഡയലോഗ് നിർത്ത്. നിന്റെ വോട്ട് പോയത് SIR കൊണ്ടല്ല, നീ തന്നെ ഉണ്ടാക്കിയ ഡ്യൂപ്ലിക്കേറ്റ് പാപം കൊണ്ടാണ്. ജനാധിപത്യത്തെ പറ്റിക്കാൻ നോക്കിയാൽ കോടതിയും ജനങ്ങളും ഒരുമിച്ച് മറുപടി തരും.